നമുക്കിനി ടീ ആൻഡ് ടോക്കിലെ സാധാരണ നമ്മൾ ഇന്നലെ മുതൽ കണ്ടുവരുന്ന ആ ഒരു സെഗ്മെന്റുകളിലേക്കൊക്കെ കടക്കാം, ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പി വി അൻവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ്. പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമോ, UDFന്റെ പിന്തുണയൊക്കെ പി വി അൻവറിന് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് എല്ലായിടത്തും ചർച്ചയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പി വി അൻവർ ചർച്ചയാകും എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. പിണറായിസം മണിച്ചിത്രത്താഴിട്ട് പൂട്ടും എന്ന് പറഞ്ഞ പി വി അൻവറിനെ ഓർമ്മയില്ലേ? അന്ന് മുൻനിര വാർത്തകളിൽ അൻവർ നിറഞ്ഞു നിന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയ ചിത്രം മാറി. തൃണമൂൽ പ്രവേശം, മുന്നണി പ്രവേശം. അൻവർ അടിതെറ്റാതെ നോക്കിയെങ്കിലും പഴയ മാസൊന്നും അധികം ഏറ്റില്ല. പക്ഷേ നിലമ്പൂരിൽ ഇറങ്ങിയ അൻവർ ബേപ്പൂർ പൊന്തുമോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. ബേപ്പൂർ അൻവറിന് കേക്ക് വാക്കാകുമോ എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയാണ്. കോഴിക്കോട് നിന്നുമുള്ള ആളുകളാണ് പി വി അൻവർ ബേപ്പൂരിൻ്റെ സുൽത്താനാകുമോ എന്ന കാര്യത്തിൽ പ്രതികരിക്കുന്നത്. അപ്പോൾ ദിൽഷ തിലകൻ കുറച്ച് ആളുകളോട് ഇക്കാര്യത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം ഏത് രീതിയിലാണ് എന്ന് നോക്കാം. കോഴിക്കോട്ടെ CPIM കോട്ടയായ ബേപ്പൂരിൽ ശക്തമായ മത്സരത്തിന് കളമൊരുങ്ങുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവറിനെ മത്സരിപ്പിക്കാനാണ് UDF ആലോചന. മുഹമ്മദ് റിയാസും പി വി അൻവറും പരസ്പരം മത്സരിച്ചാൽ ആര് ജയിക്കും? നമുക്ക് ബേപ്പൂരുകാരോട് തന്നെ ചോദിക്കാം. ശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആരാണ് ജയിക്കുക? പി വി അൻവറാണോ മന്ത്രി മുഹമ്മദ് റിയാസാണോ? ശക്തമായൊരു മത്സരം തന്നെ നടക്കും. പക്ഷേ ഇത് ഇവിടെ ഇത്രയും കാലമായിട്ട് LDF മാത്രം ജയിച്ചു വരുന്നൊരു മണ്ഡലമാണ്. അതുകൊണ്ട് പി വി അൻവർ വരികയാണെങ്കിൽ ഒരു ശക്തമായ മത്സരം തന്നെ നടക്കും. ചിലപ്പം മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അൻവർ ഇതിനിടയിലൊന്നും മത്സരിച്ചത് വലിയ മോശമായിട്ടൊന്നുമില്ല. എല്ലാം കൊണ്ടും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിന്ന് മുമ്പിൽ ജയിച്ചത്. ആ നിലക്ക് ഇവിടെ വീണ്ടും വരികയാണെങ്കിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും എന്നുള്ളതാണ് നമ്മളൊക്കെ അഭിപ്രായം. അൻവറും മറ്റേ റിയാസും ആണെങ്കിലും മത്സരം നല്ല നടക്കും. അപ്പോൾ ഇതൊരു ഇടത് കോട്ട കൂടിയാണ്. ആരായിരിക്കും ജയിക്കുക? അത് പറയാൻ പറ്റില്ല. ജനങ്ങളെ കൈവിലല്ലേ വോട്ട്. അൻവർ നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ, മത്സരിക്കട്ടെ, ജയിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ഇടത് കോട്ട കൂടിയാണ് ബേപ്പൂര്. ആയിക്കോട്ടെ, അതിനെന്താ? ഇടത് കോട്ടകൾ ഇവിടെ തകർത്ത ചരിത്രമല്ലേ, ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ, അത് വിഷയമല്ല. മുഹമ്മദ് റിയാസ് തന്നെ വരണം എന്നുള്ളൊരു അഭിപ്രായമാണ്. അൻവർ വന്നിട്ടൊന്നും ഇവിടെ ബേപ്പൂര് ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല. ബേപ്പൂർ നിയമസഭ എന്ന് പറയുന്നത് LDFന്റെ സീറ്റാണ്. അത് ഒരു പ്രാവശ്യം ഇവിടെ ചാത്തൂണി മാസ്റ്റർ തോറ്റിട്ടുള്ളൂ. പിന്നെ ഇതുവരെ ഇവിടെ LDFന്റെ കയ്യിൽ നിന്ന് സീറ്റ് പോയിട്ടില്ല. പിന്നെ അൻവറൊന്നും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിൽക്കാന്നല്ലാതെ ഇത് LDFന്റെ സീറ്റാണ്. ബേപ്പൂർ നിയമസഭ LDFന്റെ സീറ്റാണ്. ചേട്ടാ, ബേപ്പൂരിൽ ശക്തമായ മത്സരത്തിന് കള ഒരുങ്ങുകയാണ്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പി വി അൻവറിനെ മത്സരിപ്പിക്കാനാണ് UDF ആലോചിക്കുന്നത്. എന്താ അഭിപ്രായം? നമുക്കൊരു അഭിപ്രായമില്ല. ആര് വന്നാലും കണക്കാണ്. ഏത് പാർട്ടി വന്നാലും ഇവിടെ കണക്കാണ്. മുഹമ്മദ് റിയാസ് പി വി അൻവർ പോരാട്ടം നടക്കുകയാണെങ്കിൽ മത്സരം പ്രവചനാതീതമാകുമെന്നാണ് ബേപ്പൂരിലെ നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇവർ തമ്മിലാണ് മത്സരം നടക്കുന്നതെങ്കിൽ സംസ്ഥാനത്ത് തീ പാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമായി ബേപ്പൂര് മാറും. വീഡിയോ ജേർണലിസ്റ്റ് ഷാഫിക്കൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്. അതുതന്നെയാണ് ഇപ്പോൾ ദിൽഷയോട് അവർ സംസാരിച്ചതുപോലെ ആളുകൾക്ക് പല അഭിപ്രായമാണ്. എന്തായാലും ഇപ്പോൾ ബേപ്പൂരിൽ അൻവറും റിയാസും തമ്മിലുള്ള ഒരു മത്സരം വരികയാണെങ്കിൽ അത് സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നിയോജക മണ്ഡലമാകും ആ മണ്ഡലം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് നോക്കാം എങ്ങനെയാകും സ്ഥാനാർത്ഥിത്വം ഒക്കെ ഇനി പ്രഖ്യാപിക്കുക എന്നതടക്കമുള്ളത്.